ഹലോ ഗൈസ്, അപ്പോൾ ഇവിടെ ടൈം വൈകുന്നേരം 6 മണിയായിട്ടോ. ഇന്ന് ഭയങ്കര ബിസി ഷെഡ്യൂളാണ് ഗൈസ്. കാരണം ഹസ്ബൻഡിൻ്റെ ഓഫീസിലെ സ്റ്റാഫിനൊക്കെ ഇന്ന് ഡിന്നറിന് വിളിക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്ന ടൈമിൽ വന്ന പാടെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മോള് ചെറുതാണല്ലോ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കലും അവളെ മാനേജ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഡിലേ ആക്കിയിട്ടുണ്ടായിരുന്നു അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഹൈദരാബാദി ബിരിയാണിയും അതുപോലെ തന്നെ ക്യാമൽ ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ആരും പാത്രങ്ങളുടെ ഭംഗിയൊന്നും നോക്കില്ല കേട്ടോ. കാരണം ഞാൻ വിസിറ്റിംഗ് വിസക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇവർ ബാച്ചിലേഴ്സ് യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. അത് അവരെങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് അറിയാലോ. ഇങ്ങനെ ഒരുപാട് പേരെ വിളിക്കുന്ന ടൈമിലാണ് ഞാൻ പാത്രങ്ങളുടെ പരിമിതി നല്ലോണം മനസ്സിലാക്കാറ് കേട്ടോ. അപ്പോൾ എനിക്ക് ദമ്മിടണമെങ്കിലും അതുപോലെ തന്നെ അരി വേവിക്കണമെങ്കിലൊക്കെ 2-3 പാത്രം മസ്റ്റാണ്. ഒറ്റതിൽ എനിക്കെല്ലാം പോകില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒരേ ടൈമിൽ നമുക്ക് ആവും വേണം, എന്നാൽ പാത്രങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനത്തെ ഗ്യാസ് ആയതുകൊണ്ട് 4 അടുപ്പ് കിട്ടും. അതിന് വലിയ ഭാഗ്യമാണെന്ന് വിചാരിക്കും ഞാൻ. പിന്നെ ഇതാണ് കേട്ടോ റൈത്ത എന്ന് പറയുന്നത്. ഞാൻ തൈരും അതുപോലെ തന്നെ പൊതിനയും മുളകും പിന്നെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഉപ്പും ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് അടിച്ചതാട്ടോ. നല്ല ടേസ്റ്റാട്ടോ, നല്ല ലൂസിലടിക്കണം. പിന്നെ നമ്മളൊക്കെ റെഡിയായി ദമ്മിട്ട് ഒക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. അതും എനിക്ക് ഒരു പാത്രത്തിൽ ദമ്മിടാൻ കഴിയൂല, 2 പാത്രം എനിക്ക് വേണം ദമ്മിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദമ്മൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അവർ വരുമ്പോൾ കഴിച്ചാൽ മതി. ഒക്കെ സെറ്റായിട്ട് ഇവിടെ. ഇനി എനിക്കുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ പാത്രങ്ങളൊക്കെ മോറാണ്ട് ഒക്കെ എന്നിട്ട് എടുത്ത് വെക്കണം, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈ കോലത്തിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.